പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവരുന്നത് സാത്താനാണ്. നിരാശയും ഉത്കണ്ഠയും അതുപോലെ അസ്വസ്ഥതകളും അസൂയയും അഹങ്കാരവും സ്വാർത്ഥതയുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നത് സാത്താനാണ്. എന്നാൽ പോസിറ്റീവ് ചിന്തകൾ നമ്മെ പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കുമൊക്കെയാണ് നയിക്കുന്നത്. റോമ 5:5 തിരുവചനം പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ പ്രത്യാശ? ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്നതാണ് നമ്മുടെ പ്രത്യാശ. റോമ 8:18 പരിശുദ്ധാത്മാവ് പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. കാണാത്തതിനെ നാം പ്രത്യാശിക്കുന്നത് കൊണ്ട് അതിനായി നാം സ്ഥിരതയോടെ കാത്തിരിക്കും. 1 യോഹന്നാൻ 5:19 തിരുവചനം പറയുന്നു, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ് എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ കൊണ്ടുവരുന്ന കെണികളിലും പ്രലോഭനങ്ങളിലും നാം പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മെ നിരാശപ്പെടുത്തുന്ന ചിന്തകൾ, നമ്മെ മറ്റുള്ളവർ വേദനിപ്പിച്ച സംഭവങ്ങൾ, സംസാരങ്ങൾ, ഓർമ്മകൾ എല്ലാം സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് നമ്മെ അസ്വസ്ഥരും ഉത്കണ്ഠാകുലരും ആക്കുന്നു. അതോടൊപ്പം നമ്മുടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അവൻ നഷ്ടപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് നാം ഇവയ്ക്കെല്ലാം അടിമയായി മാറുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് പാപത്തിൽ വീഴാതെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജീവിക്കുവാൻ സാധിക്കും. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1 പത്രോസ് 5:6 പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ താല്പര്യമുള്ള യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും യേശു ഏറ്റെടുക്കും. പകരം നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ സന്തോഷത്തിലും സമാധാനത്തിലും ദൈവസ്നേഹത്തിലും നയിക്കും. ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ നാം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ തിന്മകളുടെയും ശക്തിയും നമ്മിൽ നിന്ന് വിട്ടുപോകും. നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കാത്തത്? യോഹന്നാൻ 5:38 പറയുന്നുണ്ട്, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്ന്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ 2ാമത്തെ ഭാഗത്ത് യേശു പറയുന്നുണ്ട്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ തിന്മയിൽ അകപ്പെടാതെ ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.